സഹകരണ വകുപ്പ് സോഫ്റ്റ്വെയറിനുള്ള ടെൻഡർ നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. IT കമ്പനികൾ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ മാനദണ്ഡത്തിൽ അപാകതയെന്ന് കോടതി നിരീക്ഷിച്ചു. സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അമൃത, കഴിഞ്ഞ ദിവസമാണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ക്രമക്കേട് നടക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചത്. 700 കോടിയുടെ ക്രമക്കേട് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനു മുൻപേ തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നിലനിന്നിരുന്നു. മലബാർ ഇൻഫർമേഷൻ കൺസോർഷ്യമാണ് ഇത്തരത്തിലൊരു ഹർജി ഈ ടെൻഡറിനെതിരെ നൽകിയത്. അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 280 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായി 58 കോടിയുടെ ടെൻഡറാണ് ഇവർ നിലവിൽ ദിനേശ് IT കമ്പനി നൽകിയിട്ടുള്ളത്. പക്ഷേ അത് സംസ്ഥാനത്തെ മുഴുവൻ സംഘങ്ങൾക്കും ബാധകം എന്ന രീതിയിലാണ് ഞങ്ങൾ അത്തരത്തിലൊരു ടെൻഡർ നൽകിയത് എന്നാണ് ദിനേശ് നൽകിയിട്ടുള്ള വിശദീകരണം. എന്നാൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് പ്രാഥമികമായി 288 സംഘങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ ചെയ്യുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം. ഈ കാര്യത്തിലാണ് അവ്യക്തത നിലനിൽക്കുന്നത്. ടെൻഡർ നടപടിയിൽ പറഞ്ഞിട്ടുള്ളതാകട്ടെ 1612 സംഘങ്ങളെന്നും. എന്തിനാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഇത്രയും സംഘങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഈ 1612 എന്ന കണക്ക് രേഖപ്പെടുത്തിയത് എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. ആ ഒരു നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ടെൻഡർ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്യാൻ ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. മെയ് 19 വരെയാണ് സ്റ്റേ. അതിൽ വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.